ഹായ്. കമ്പനി ബോർഡ് LGS പരീക്ഷയിൽ പലതവണ വന്നിട്ടുള്ള ഒരു ചോദ്യ ഭാഗമാണ് ഈ താപനിലയായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കൺവേർഷൻ. അതായത് താപനിലയുടെ പ്രധാന യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഡിഗ്രി സെൽഷ്യസ് വരും, കെൽവിൻ വരും, ഫാരൻഹീറ്റ് വരും. ഇത് മൂന്നാണ് പ്രധാനമായിട്ട് വരിക. വേറെയും ചിലത് വരേണ്ടതുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറ്റുന്ന ചോദ്യങ്ങൾ മിക്കവാറും പരീക്ഷകളിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇതോടൊപ്പം തന്നെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട വേറെയും ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു ചോദ്യം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? ഇത് ചെയ്ത് നോക്കാതെ തന്നെ നിങ്ങൾ എല്ലാവരും ഉത്തരം പറയും. എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് അല്ലെ. സെൽഷ്യസിനെ എങ്ങനെയാണ് ഫാരൻഹീറ്റിലേക്ക് മാറ്റുക, ഫാരൻഹീറ്റിനെ എങ്ങനെയാണ് സെൽഷ്യസിലേക്ക് മാറ്റുക? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. ഇതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ബൈ ഹാർട്ട് തന്നെ അറിയാം, കാരണം അത്രയും കൂടുതൽ തവണ ചോദിച്ചുള്ളതുകൊണ്ടാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പം 50 ഡിഗ്രി സെൽഷ്യസ് എത്രയാണെന്ന് ചോദിച്ചാൽ പലരും ഉത്തരം പറയും 100 212. അപ്പം 50 എത്രയായിരിക്കും? 106 അല്ലേ. 106 ഡിഗ്രി ഫാരൻഹീറ്റ്. ശരിയാണോ? അല്ല. എന്താണ്? തെറ്റാണ്. ഇത് ഇങ്ങനെയല്ല ചെയ്യുക അല്ലേ. അത് തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയല്ല കണ്ടുപിടിക്കേണ്ടത്. അതിന് പ്രത്യേകം വഴി തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഈ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പം താപം, താപനില, താപം അഥവാ ഹീറ്റ് അല്ലെ, ഒരു ഊർജ രൂപങ്ങളിൽ ഒന്നാണ് എന്ത്? താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ തന്മാത്രകളുടെയും കൂടെ ആകെ ഊർജത്തെ അല്ലെ, ആകെ ഗതികോർജത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? താപം അഥവാ ഹീറ്റ് എന്ന് പറയുക. ഒരു പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു പദാർത്ഥം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തന്മാത്രകളുടെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ആകെ ഗതികോർജത്തെയാണ്, ടോട്ടൽ കൈനറ്റിക് എനർജി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ താപം അഥവാ ഹീറ്റ് എന്ന് പറയുന്നത്. താപം ഒരു ഊർജ്ജ രൂപമാണ്, നമുക്കറിയാം. താപോർജ്ജം ഊർജ്ജത്തിന്റെ വിവിധ രൂപങ്ങളിൽ ഒന്നാണ് എന്ത്? താപം അഥവാ ഹീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ താപനില എന്താണ്? താപനില അഥവാ ടെമ്പറേച്ചർ അഥവാ ഊഷ്മാവ് എന്ന് പറയും നമ്മൾ അല്ലേ. ഒരു വസ്തുവിൻ്റെ അതിൻ്റെ താപം അല്ലെങ്കിൽ ചൂട് അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പ്, ആ ചൂടിനെയോ തണുപ്പിനെയോ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് അല്ലെങ്കിൽ അനുപാത സംഖ്യയാണ് അതിൻ്റെ താപനില എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ പറയുകയാണെങ്കിൽ താപം എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ ഗതികോർജമാണെങ്കിൽ ആ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിനെ സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണെന്ത്? താപനില എന്ന് പറയുന്നത്. താപം എന്ന് പറയുന്നത് അതിലടങ്ങിയ തന്മാത്രകളുടെ ആകെ ഗതികോർജമാണ്. എന്നാൽ താപനില എന്ന് പറയുന്നത് അതിന്റെ താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന അനുപാതിക സംഖ്യയാണ് അല്ലെ. ആ ഒരു പദാർത്ഥത്തിന്റെ താപത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. അതാണ് എന്ത്? താപനില എന്ന് പറയുന്നത്. അതിന് എത്രത്തോളം ചൂടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം തണുപ്പുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് താപനില അഥവാ ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക. താപത്തെക്കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്ത് പറയും? തെർമോഡൈനാമിക്സ് എന്ന് പറയും അല്ലെ. താപം ഒരു ഊർജ്ജ രൂപമാണ്. അപ്പോൾ താപോർജ്ജത്തെ മറ്റു ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റുന്നതും ആ മറ്റു ഊർജ്ജ രൂപങ്ങളിൽ നിന്ന് താപോർജ്ജത്തിലേക്ക് മാറ്റുന്നതും അല്ലെ, അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് എന്ത്? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. തെർമോ എന്ന് കേൾക്കുമ്പോൾ തന്നെ താപം എന്ന് കിട്ടുമല്ലോ. ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട വാക്കല്ലേ തെർമോ. താപം, തെർമോ കിട്ടൂലേ? യെസ്. അപ്പോൾ തെർമോഡൈനാമിക്സ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു താപം ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും കൂടെ ആകെ ഗതികോർജത്തെയാണ് നമ്മൾ എന്ത് പറയുക? താപം എന്ന് പറയാം. താപം ഒരു ഊർജ്ജ രൂപമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ആരാണ്? ജൂൾ ആണ്. ജൂൾ അറിയുന്ന ആളാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ഇദ്ദേഹമാണ് താപം ഒരു ഊർജ്ജ രൂപമാണെന്ന് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. ഓക്കെ, ദെൻ താപം, ഊർജം, പ്രവൃത്തി, ഊർജം, താപം, പ്രവൃത്തി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന യൂണിറ്റ് ആണെന്ത്? ജൂൾ. അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം SI പദ്ധതി അല്ലേ, സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം. SI യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്. നമ്മളൊരു മന്ത്രമൊക്കെ പണ്ട് ചൊല്ലിയില്ലേ? ഓം പ്രതിരോധായ, ഓർമ്മയുണ്ടോ? ഊദാപ്ര ജൂളായ നമഃ അല്ലെങ്കിൽ ഊദാപ്ര ജൂളായ എർഗായ നമഃ എന്നൊക്കെ പറയാനാണെങ്കിൽ ഊദാപ്ര ജൂളായ എർഗായ നമഃ. എന്താ? ഊർജം, താപം, പ്രവൃത്തി. ഊർജം, താപം, പ്രവൃത്തി, ഇതിന്റെ ഒക്കെ യൂണിറ്റ് ആണെന്ത്? ജൂൾ. അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ജൂൾ. അതിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ CGS യൂണിറ്റ് ആണെന്ത്? എർഗ്. ഇതിൻ്റെയൊക്കെ ആദ്യകാല യൂണിറ്റ് ആണ്, ഒരു ട്രഡീഷണലി യൂസ് ചെയ്ത യൂണിറ്റ് ആണെന്ത്? കലോറി എന്ന് പറയുന്നത്. താപത്തിൻ്റെയൊക്കെ ആദ്യകാലങ്ങളിൽ കലോറി എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ദെൻ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ജൂൾ ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ CGS യൂണിറ്റ് ആണ് ഏത്? എർഗ്. എർഗ് എന്താണ്? എർഗ് ആണ്. ERG, എർഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്.
ദെൻ നമ്മൾ പറഞ്ഞു ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു യൂണിറ്റ് ആണ് കലോറി എന്ന് പറയുന്നത്. താപത്തെ സൂചിപ്പിക്കാൻ ഒരു കലോറി സമം 4.2 ജൂൾ. ഇങ്ങനെയാണ് റൗണ്ട് ചെയ്തിട്ട് ഓപ്ഷനിലൊക്കെ കൊടുക്കാറ്. 4.184. ഓക്കെ, 184 അത് റൗണ്ട് ചെയ്തിട്ട് 18 ആണല്ലോ, അപ്പോൾ ഇങ്ങോട്ടേക്ക് റൗണ്ട് ചെയ്യുന്നു 4.2 ജൂൾ. ഒരു കലോറി സമം 4.2 ജൂൾ. എത്രയോ തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ലെവൽ പരീക്ഷകളിൽ. ദെൻ ഒരു എർഗ് സമയം എത്രയാണ്? 10⁻⁻7 ജൂൾ ആണ്. നേരെ തിരിച്ചും പരീക്ഷ ചോദിക്കേ, ഒരു ജൂൾ സമം 10⁻7 എർഗ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻7 എർഗ്. അപ്പോൾ ഒരു എർഗ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10⁻⁻7 ജൂൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓർമ്മിക്കുക, അങ്ങോട്ടേക്ക് തിരിക്കുക. രണ്ടും കൂടി ഓർമ്മിച്ച് കൺഫ്യൂഷൻ ആയി പോകരുത് കേട്ടോ. അപ്പോൾ ഒരു എർഗ് സമയം എത്രയാണ്? 10⁻⁻7 ജൂൾ ആണ്. ഊർജം, താപം, പ്രവൃത്തി ഇതിൻ്റെയൊക്കെ CGS യൂണിറ്റ് ആണ് ഏത്? എർഗ് എന്ന് പറയുന്നത്. അടിസ്ഥാന യൂണിറ്റ് SI യൂണിറ്റ് ആണ് ഇത് ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ താപം അളക്കാനുള്ള ഉപകരണമാണ് എന്ത്? കലോറിമീറ്റർ. താപത്തിന്റെ ആദ്യകാല യൂണിറ്റ് കലോറി. അപ്പൊ താപം അളക്കാനുള്ള ഉപകരണമാണെന്ത്? കലോറിമീറ്റർ എന്ന് പറയും. എന്താണ് കലോറിമീറ്റർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ നമ്മൾ പറഞ്ഞു താപനില അഥവാ ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ? നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവാണ്, അല്ലെങ്കിൽ ശരാശരി ഗതികോർജ്ജത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണെന്ത്? ആനുപാതിക സംഖ്യയാണെന്ത്? താപനില അഥവാ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത് ചോദിച്ചാൽ പലരും തെറ്റിക്കുന്ന ഉത്തരമാണ്. എല്ലാവരും പറയും സെൽഷ്യസ് ആണോ? അല്ല. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ്. ഏതാണ്? കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റ് ഏത്, അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് ഏത് ചോദിച്ചാൽ ഏതാണ്? കെൽവിൻ ആണ്. വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്, നമ്മൾ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇത് ഡിഗ്രി സെൽഷ്യസ്. മറ്റൊരു യൂണിറ്റ് ആണ് ഇത് ഡിഗ്രി ഫാരൻഹീറ്റ്. എന്താണ്? ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതൊക്കെ താപനിലയുടെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ വരുന്നതാണ്. പക്ഷെ അടിസ്ഥാന യൂണിറ്റ് ഏത്, അല്ലെങ്കിൽ SI യൂണിറ്റ് ഏത്? SI പദ്ധതി പ്രകാരം 7 അടിസ്ഥാന യൂണിറ്റുകളും അളവുകളും ഉണ്ടല്ലോ, അതിൽ ഒന്നാണ് ഈ താപനിലയുടെ കെൽവിൻ. ഓക്കെ, അപ്പോൾ താപനില കെൽവിൻ ആണ് അടിസ്ഥാന യൂണിറ്റ്. മറ്റു യൂണിറ്റുകളാണ് സെൽഷ്യസ്, ഫാരൻഹീറ്റ്, വേറെയുണ്ട്, റാൻകിൻ ഉണ്ട്, റോമർ ഉണ്ട്, റീമർ ഉണ്ട്. ഇങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ വേറെയുണ്ട്. പ്രധാനമായിട്ടും കെൽവിൻ അടിസ്ഥാന യൂണിറ്റ് ആണെന്നും സെൽഷ്യസും ഫാരൻഹീറ്റും ഓർമ്മിച്ച് വെക്കുക. ദെൻ താപനില അളക്കാനുള്ള ഉപകരണമാണെന്ത്? തെർമോമീറ്റർ. താപനില. ഓക്കെ, അപ്പൊ താപനില അളക്കാനുള്ള ഉപകരണത്തിന്റെ പേരെന്താ? തെർമോമീറ്റർ ആണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ച ആരെയും ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവാര ഗലീലിയോ ആണ്. ആരാണ് ആദ്യത്തെ ഒരു തെർമോമീറ്റർ? തെർമോമീറ്റർ എന്ന് പറയാൻ പറ്റില്ല, അതിനെ ഒരു തെർമോസ്കോപ്പ് എന്നൊക്കെയാണ് വിളിക്കപ്പെട്ടിരുന്നത്. എന്താണ്? തെർമോസ്കോപ്പ് ആണ്. പരീക്ഷയിൽ ചോദിക്കുമ്പോൾ തെർമോമീറ്റർ ആദ്യമായി കണ്ടുപിടിച്ച ആരെയും ചോദിച്ചാൽ ഗലീലിയോ പറഞ്ഞാൽ മതി നിങ്ങൾ. ഗലീലിയോ ആണ്. ഒരു തെർമോസ്കോപ്പ് എന്ന രീതിയിൽ അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. ആദ്യമായി അല്ലെ തെർമോമീറ്റർ കണ്ടുപിടിച്ച ആരെയും ചോദിച്ചാലും തെർമോസ്കോപ്പ് എന്ന് ചോദിച്ചാലൊക്കെ നിങ്ങൾ ആരെ തന്നെ പറഞ്ഞോളൂ? ഗലീലിയോ പറഞ്ഞോളൂ. ഓക്കെ, അതിന് പിന്നീട് ഒരു സ്കെയില് കൂടെ അതിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു തെർമോമീറ്റർ എന്നുള്ള രീതിയിലേക്ക് അതിനെ പരിഷ്കരിച്ച ആളാണ് സാന്റാരിയോ. ഇതങ്ങനെ ഉണ്ടാവാറില്ല, വളരെ അപൂർവമായിട്ട് ഏതെങ്കിലും പരീക്ഷകളിൽ വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാവുക ആരാണ്? ഗലീലിയോ തന്നെയാണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ച ആര്? ഗലീലിയോ. ഇദ്ദേഹത്തെ കൂടി ഓർമ്മിച്ച് വെക്കുക. സാന്റാരിയോ ചില പരീക്ഷകളിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. സാന്റാരിയോ ഇദ്ദേഹമാണ് ആദ്യമായിട്ടൊരു ഈ ഗലീലിയോടൊക്കെ പരിഷ്കരിച്ചത്. അതിലൊരു സ്കെയിലൊക്കെ അല്ലെ, അതായത് അളക്കുന്നവരോ സ്കെയിൽ വേണ്ടതിന്, അപ്പോൾ ആ സ്കെയിലൊക്കെ ചേർത്തുകൊണ്ട് ഒരു തെർമോമീറ്റർ എന്ന് പറയാവുന്ന ഒരു ഉപകരണം എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയതാരാണ്? സാന്റാരിയോ ആണ്. ദെൻ അവിടെ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത് വാട്ടറാണ്. ഇതിനുള്ളിൽ ഉപയോഗിച്ചിരുന്നത് പിന്നീട് അത് മറ്റ് ലിക്വിഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങി, ആൽക്കഹോൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ മെർക്കുറിക്ക് മുൻപ് ഉപയോഗിച്ചിരുന്ന എന്താണ്? തെർമോമീറ്ററുകളിൽ മെർക്കുറിക്ക് മുൻപ് ഉപയോഗിച്ചിരുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടാവുക ആൽക്കഹോൾ ആണ്. വാട്ടർ, ആൽക്കഹോൾ ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, പിന്നീട് മെർക്കുറി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഫാരൻഹീറ്റ് ആണ്. ആരാണ്? ഫാരൻഹീറ്റ്, ഗബ്രിയേൽ ഫാരൻഹീറ്റ്. ഇദ്ദേഹമാണ് മെർക്കുറിക് തെർമോമീറ്റർ. മെർക്കുറിയാണ് അതിൽ ഉപയോഗിക്കുന്നത്, ആൽക്കഹോളിന് പകരം മെർക്കുറി. ഇദ്ദേഹവും ആദ്യകാലത്ത് നിർമ്മിച്ചതിൽ ആൽക്കഹോൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് ഇദ്ദേഹം പകരം മെർക്കുറി ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് മനസ്സിലാക്കിയിട്ട് മെർക്കുറി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ മെർക്കുറിക് തെർമോമീറ്റർ കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ഫാരൻഹീറ്റ് ആണെന്ന് ഓർമ്മിച്ച് വെക്കാം. ദെൻ ക്ലിനിക്കൽ തെർമോമീറ്റർ, മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ തോമസ് ആൽബർട്ട് ആണ്. ആരാണ്? തോമസ് ആൽബർട്ട്. അപ്പോൾ ഈ 3 പേരുകൾ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കണേ. തെർമോമീറ്റർ കണ്ടുപിടിച്ച ആര്? ഗലീലിയോ. അവിടെ സാന്റാരിയോ എന്നുള്ള ഒരു പേര് കൂടി ഓർമ്മിക്കുക. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേക്കണം. ഗലീലിയോ ചെയ്യുന്നതിന് മുമ്പ് സാന്റാരിയോ ഉണ്ടോ നോക്കണം. ഓക്കെ, അതിൻ്റെ ഒരു പരിഷ്കൃത രൂപം, കുറച്ചുകൂടി ഒരു പരിഷ്കൃത രൂപം, ഒരു സ്കെയിലൊക്കെ വെച്ചുള്ള പരിഷ്കൃത രൂപം കണ്ടുപിടിച്ചത് സാന്റാരിയോ ആണ്. ദെൻ മെർക്കുറി
ഉപയോഗിച്ചുകൊണ്ടുള്ള തെർമോമീറ്റർ ഫാരൻഹീറ്റ് ആണ് ആദ്യമായി നിർമ്മിച്ചത്. ദെൻ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ആരാണ്? തോമസ് ആൽബർട്ട് ആണ്. ആരാണ്? തോമസ് ആൽബർട്ട്. ഇന്ന് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും മെർക്കുറി ഉപയോഗിച്ചിട്ടാണ്. ഇന്ന് അതിൻ്റെയും ഒരു ഏറ്റവും പുതിയ രൂപങ്ങളിലേക്കൊക്കെ വന്നു. ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഒക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? പനിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിമാനത്താവളത്തിലേക്കോ അങ്ങനെ എവിടത്തേക്കൊക്കെ കിടക്കുന്നത് ആ കോവിഡിന്റെ ടൈമിലൊക്കെ പ്രത്യേകിച്ചും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ അടിച്ചു നോക്കുന്നുണ്ടല്ലേ? അതാണ്, അത് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ആണ്. അത് ഒരാളുടെ പേരിലല്ല, അത് ഇവോൾവ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പേരുകൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിച്ച് വെക്കുക. താപനില അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ. ദെൻ ഉയർന്ന താപനിലയെ കുറിച്ചുള്ള പഠനമാണ് പൈറോജനിക്സ്. താഴ്ന്ന താപനിലയെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. പൈറോ എന്ന് കേൾക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ഓർമ്മിക്കുക, PYRO പൈറോ. ക്രയോ CRYO ക്രയോ എന്ന് കേൾക്കുമ്പോൾ താഴ്ന്ന താപനില അല്ലെങ്കിൽ തണുപ്പ്, നല്ല തണുപ്പ് ഓർമ്മിക്കുക. അപ്പോൾ പൈറോജനിക്സും ക്രയോജനിക്സും. ഉയർന്ന താപനില പൈറോജനിക്സ്, അതിനെക്കുറിച്ചുള്ള പഠനം നോക്കാം. ദെൻ താഴ്ന്ന താപനില ക്രയോജനിക്സ്. അപ്പോൾ ഉയർന്ന താപനില അളക്കാനുള്ള ഉപകരണം പൈറോമീറ്റർ. താഴ്ന്ന താപനില അളക്കാനുള്ള ഉപകരണം ക്രയോമീറ്റർ. അത് രണ്ടും ഓർമ്മിച്ച് വെക്കുക, പൈറോമീറ്ററും ക്രയോമീറ്ററും. ആ വാക്കറിയെങ്കിൽ കിട്ടിക്കോളും. ദെൻ സൂര്യന്റെ വളരെ ഉയർന്ന താപനിലയല്ലേ, സൂര്യ താപനില ഒക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോ ഹീലിയോമീറ്റർ. എന്താണ്? അല്ലെങ്കിൽ പൈർഹീലിയോമീറ്റർ എന്നൊക്കെ ഉണ്ട് കേട്ടോ. പൈർഹീലിയോമീറ്റർ അല്ലെങ്കിൽ പൈറോ ഹീലിയോമീറ്റർ അല്ലെങ്കിൽ ഹീലിയോ പൈറോമീറ്റർ ഇങ്ങനെയൊക്കെ കൊടുക്കും. ഹീലിയോ പൈറോമീറ്റർ അതിന്റെ കുറച്ചുകൂടെ പരിഷ്കൃതമായിട്ടുള്ള രൂപമാണ്. അപ്പം പൈറോ ഹീലിയോമീറ്റർ അല്ലെങ്കിൽ പൈർഹീലിയോമീറ്റർ അല്ലെങ്കിൽ ഹീലിയോ പൈറോമീറ്റർ സൂര്യ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ന് അവിടെ ഓർമ്മിച്ച് വെക്കുക. നമ്മൾ പറഞ്ഞു താഴ്ന്ന താപനില ഏതാണ്? ക്രയോമീറ്റർ ആണ്. ദെൻ താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് നമ്മൾ പറഞ്ഞു കെൽവിൻ ആണ്. മറ്റ് യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ആദ്യകാലങ്ങളിൽ ഡിഗ്രി സെൽഷ്യസിന് പകരം സെന്റിഗ്രേഡ് എന്നായിരുന്നു പറയുക. എന്താണ്? സെന്റിഗ്രേഡ്. ഓക്കെ, 100ന്റെ അടിസ്ഥാനത്തിലാണ്, 0 to 100 ആ രീതിയിലായിരുന്നു ആദ്യം. അതുകൊണ്ട് സെന്റിഗ്രേഡ് സ്കെയിൽ എന്നും അറിയപ്പെടും. അപ്പോൾ സെൽഷ്യസ് സ്കെയിൽ അഥവാ സെന്റിഗ്രേഡ് സ്കെയിൽ. ദെൻ ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ, ഡിഗ്രി ഫാരൻഹീറ്റ്. ദെൻ റാൻകിൻ, റോമർ, റീമർ. റാൻകിൻ യൂണിറ്റ് ഉണ്ട്, ടെമ്പറേച്ചർ അളക്കാനുള്ളതാണ് റാൻകിൻ. ഇതൊക്കെ ആളുടെ പേര് തന്നെയാണ് കേട്ടോ. റോമർ നമ്മുടെ പ്രകാശപ്രവേഗം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റോമർ ഉണ്ടല്ലോ, ഒലേ റോമർ. ഓക്കെ, അതേപോലെ മറ്റൊരാളാണ് റീമർ. ഇതൊക്കെ ഇവരുടെ പേര് തന്നെ അറിയപ്പെടുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട സെൽഷ്യസ്, ഫാരൻഹീറ്റ്, പിന്നെ അടിസ്ഥാന യൂണിറ്റ് ഏതും കെൽവിനുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇതിൽ ഓരോന്നിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് വേണം നമുക്ക് അതിന്റെ കൺവേർഷനിലേക്ക് കടക്കാൻ. അപ്പോൾ സെൽഷ്യസ് സ്കെയിൽ, ആദ്യത്തേത് സെൽഷ്യസ് സ്കെയിലാണ്. ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന താപനില സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സെൽഷ്യസ് സ്കെയിലാണ്. ദെൻ കണ്ടുപിടിച്ച ആളെ പേര് തന്നെയാണല്ലോ എല്ലാം, ആൻഡേഴ്സ് സെൽഷ്യസ്. അദ്ദേഹത്തിന്റെ പേരെന്താ? ആൻഡേഴ്സ് സെൽഷ്യസ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആൻഡേഴ്സ് സെൽഷ്യസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആദ്യകാലങ്ങളിൽ എന്ത് പേരിൽ അറിയപ്പെട്ടു? സെന്റിഗ്രേഡ് സ്കെയിൽ. എന്താണ്? സെന്റിഗ്രേഡ്. 0 to 100 അല്ലേ? 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ്. അതായത് ജലത്തിന്റെ ഗരണാങ്കം എന്ന് പറയുന്നത് ഗരമായി മാറുന്ന അംഗം, സംഖ്യ, ഗരമായി മാറുന്ന അങ്കനമാണ് അല്ലേ? അതായത് ജലം ഐസായി മാറുന്ന എത്രയിലാണ്? 0 ഡിഗ്രി സെൽഷ്യസിലായിട്ടും ജലം തിളച്ച് നീരാവിയായിട്ട് മാറുന്നത് എത്രയിലായിട്ടും? 100 ഡിഗ്രി സെൽഷ്യസിലായിട്ടും കണക്കാക്കിയിട്ട് 0 to 100. അതാണ് സെന്റിഗ്രേഡ് സ്കെയിൽ അല്ലെങ്കിൽ സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുന്നത്. ആൻഡേഴ്സ് സെൽഷ്യസ് ആണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത്. ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? താപനിലയുടെ സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഷ്യസ് സ്കെയിലാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഫാരൻഹീറ്റ് സ്കെയിൽ. ആരാ? ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ്. ആരാണ്? ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ് ആണ് എന്ത്? ഫാരൻഹീറ്റ് സ്കെയിൽ അവതരിപ്പിക്കുന്നത്. ഫാരൻഹീറ്റ് അദ്ദേഹത്തിന്റെ പേരാണെന്നുള്ള മനസ്സിലായില്ലേ? ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ് എന്നാണ് ഫുൾ നെയിം. ഓക്കെ, ദെൻ ഇവിടെ ജലത്തിന്റെ ഗരണാങ്കം, ജലം ഐസാകുന്നത് എത്രയിലാണ് വരിക? 32 ഡിഗ്രി ഫാരൻഹീറ്റില. 0 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ട് ഇവിടെ 32 ഡിഗ്രി ഫാരൻഹീറ്റും. ദെൻ ജലത്തിന്റെ തിളനില എത്രയാ? 212 ഡിഗ്രി ഫാരൻഹീറ്റുമായിട്ട് കണക്കാക്കുന്നു. ഇത് രണ്ടും ബൈഹാർട്ട് അങ്ങ് പഠിച്ചേക്കണം. ഇതൊന്നും വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ബൈഹാർട്ട് പഠിച്ചേക്കുക. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് ബൈഹാർട്ട് തന്നെ ഉണ്ടാവണം, കാരണം അത്രയും തവണ ചോദിച്ചിട്ടുള്ളത് ഇത് രണ്ടുമാണ്. ദെൻ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇത് രണ്ടും ബൈഹാർട്ട് ആയിരിക്കണേ. അത് എന്താണ്? ഇനി കണക്ക് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. 0 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ്, എത്ര തവണ ചോദിച്ചാണ്. ദെൻ 100 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അതാണ് ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ കെൽവിൻ സ്കെയിൽ. ഏതാണ്? കെൽവിൻ സ്കെയിൽ. ആളെ പേര് തന്നെയാണ് ലോർഡ് കെൽവിൻ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഇതാണ്, വില്യം തോംസൺ ബാരൺ കെൽവിൻ. ഈ ഫുൾ നെയിം അറിഞ്ഞിരിക്കണേ, കാരണം കുറച്ചു കാലം മുന്നേ, ഒരു വർഷം മുന്നേ ഒരു പരീക്ഷയിൽ
പിള്ളേരെ പറ്റിച്ച് കളഞ്ഞൊരു ചോദ്യമായിരുന്നു. കാരണം കെൽവിൻ എന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയാം, പക്ഷെ പേരിൽ എന്താ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് വില്യം തോംസൺ. എന്താ കൊടുത്തിരിക്കുന്നത്? വില്യം തോംസൺ. അതേപോലെ തന്നെയാണ് ജൂൾ തോംസൺ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിസിക്സിൽ. ജൂൾ തോംസൺ എഫക്റ്റ്. ജൂൾ തോംസൺ എഫക്റ്റ് കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാൽ ആരൊക്കെയാണിത്? ഇത് ജൂളാണ്, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ഈ തോംസൺ ആരാ? കെൽവിൻ ആണ്. അപ്പൊ ബ്രാക്കറ്റിൽ ആരുണ്ടാവും? കെൽവിൻ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ മാറിപ്പോവാതെ ഓർമ്മിക്കണം. അതായത് ഈ ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ പേരാണ് വില്യം തോംസൺ ബാരൺ കെൽവിൻ. ഓക്കെ, യെസ്, വില്യം തോംസൺ ബാരോൺ കെൽവിൻ. അതങ്ങനെ തന്നെ പേര് ഓർമ്മിച്ച് വെക്കുക. ദെൻ കെൽവിൻ സ്കെയിലിന്റെ പ്രത്യേകത എന്താ? നെഗറ്റീവ് താപനിലയില്ല. അതായത് ഏറ്റവും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത് -273 ആണ്. -271.5 -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും താഴ്ന്ന താപനില എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എത്രയായി കണക്കാക്കിയിരിക്കുന്നു? 0 കെൽവിൻ ആയിട്ട് കണക്കാക്കുന്നു. അങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്ന സ്കെയിലാണ് ഈ കെൽവിൻ സ്കെയിൽ. അപ്പം ഏറ്റവും താഴ്ന്നത് ഇതാണ്, അത് 0 ആയിട്ട് കണക്കാക്കിയിരിക്കുന്നു. അപ്പൊ അതിന്റെ താഴോട്ട് ഇനി ഇല്ല, 0 കെൽവിൻ മുകളിലോട്ടേക്കാണ് ഇതിൽ വരിക. അതുകൊണ്ട് നെഗറ്റീവ് താപനില സൂചിപ്പിക്കാത്ത സ്കെയിലാണ് ഏത് സ്കെയിൽ എന്ന് ഓർമ്മിച്ച് വെക്കുക? കെൽവിൻ സ്കെയിൽ. ഏതാണ്? കെൽവിൻ സ്കെയിൽ. ഓക്കെ, അപ്പൊ ഏറ്റവും താഴ്ന്ന താപനില കേവല 0. തന്മാത്രകളുടെ ഗതികോർജം പൂർണ്ണമായും നിലയ്ക്കുന്ന താപനില എത്രയാണെന്ന് ചോദിച്ചാൽ -273 റൗണ്ട് ചെയ്ത് പറയും. ഓക്കെ, സെൽഷ്യസ്. തന്മാത്രകളുടെ ഗതികോർജം പൂർണ്ണമായി നിലയ്ക്കുന്ന അവസ്ഥ, അതല്ലേ? തന്മാത്രകളുടെ ഗതികോർജാണല്ലോ അതിന്റെ താപം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്ന അവസ്ഥ, അതായത് ഏറ്റവും തണുത്ത അവസ്ഥ -273.15 ഡിഗ്രി സെൽഷ്യസ്. അപ്പം അതിനെ എന്ത് വിളിക്കും നമ്മൾ? അബ്സല്യൂട്ട് സീറോ അഥവാ കേവല 0. ഇങ്ങനെ ചോദിച്ചാൽ എല്ലാവരും എഴുതും. അബ്സല്യൂട്ട് സീറോ അഥവാ കേവല 0 എത്രയാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാവരും എഴുതും. പക്ഷേ തന്മാത്രകളുടെ ഗതികോർജം പൂർണ്ണമായി നിലയ്ക്കുന്ന താപനില എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതിനെയാണ് അബ്സല്യൂട്ട് സീറോ അഥവാ കേവല 0 എന്ന് പറയുന്നത്. അത് എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെയാണ് നമ്മൾ 0 കെൽവിൻ ആയിട്ട് കണക്കാക്കുന്നത്. 0 കെൽവിൻ ആയിട്ട് കണക്കാക്കുന്നത്. അത് എത്ര ഫാരൻ ഹീറ്റ് ആണെന്നും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. -459. 4 5 കൂട്ടിയാൽ 9 അല്ലേ? 459. 0.67. 6 അടുത്ത സംഖ്യ 7. അപ്പോൾ ആ സംഖ്യക്ക് ഒരു പ്രത്യേകത അങ്ങനെ കണ്ടെത്തിയെങ്കിലും ബൈഹാർട്ട് ആക്കി വെക്കുക. അത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. കേവല 0 എന്ന് ചോദിച്ചാൽ വേഗം ചാടി പിടിച്ച് -273 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടോ നോക്കും. അത് ഓപ്ഷനിൽ ഉണ്ടാവില്ല ചിലപ്പോൾ. പിന്നെ ഉണ്ടാവും എന്താ? 0 കെൽവിൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കണമെങ്കിൽ അതും ഉണ്ടാവില്ല. പകരം എന്ത് കൊടുക്കും? യെസ്, -459.67 ഫാരൻ ഹീറ്റ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഓപ്ഷനിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് ഉണ്ടാവില്ല, പോസിറ്റീവ് ഉണ്ടാവും. 273 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. ഇനി അവിടെയും പറ്റുന്നില്ല എന്നായിരിക്കുക. അടുത്തത് 0 കെൽവിനാന്ന് ഓർമ്മയുണ്ടല്ലോ, പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിയായ ഉത്തരം എന്താണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് അഥവാ 0 കെൽവിൻ അഥവാ -459. 4 5 കൂട്ടി 9 459.67 ഡിഗ്രി ഫാരൻഹീറ്റ്. അത് ഓർമ്മിച്ച് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ്. ഓക്കെ, ദെൻ ഇത് വളരെ പ്രധാനപ്പെട്ട ടേബിൾ ആക്കി കൊടുത്തിരിക്കുകയാണ് ഞാനിത്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണിത്. നോക്കിയേ, നമ്മൾ പറഞ്ഞു കേവല 0 അഥവാ ആബ്സല്യൂട്ട് സീറോ തന്മാത്രകളുടെ ഗതികോർജം പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്ന താപനില. അപ്പോൾ അത് സെൽഷ്യസ് സ്കെയിലിൽ എത്രയാ? റൗണ്ട് ചെയ്തിട്ട് കൊടുത്താണ് ഞാനിവിടെ -273 ഡിഗ്രി സെൽഷ്യസ്. 0.15 റൗണ്ട് ചെയ്തിട്ട് -273. അതിന് കെൽവിനിൽ എത്ര പറയും? 0 കെൽവിൻ. ദെൻ അത് ഫാരൻ ഹീറ്റിൽ എത്രയാ? -459.67 റൗണ്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ രീതിയിൽ പലതവണ പരീക്ഷയിൽ വന്നതുകൊണ്ട് ഇതൊരു പ്രത്യേക ടേബിൾ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ജലം ഐസായി മാറുന്ന താപനില. ജലം ഐസായി മാറുന്ന താപനില. ജലം എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ്. ദ്രാവകം ഐസായി മാറുക എന്ന് പറഞ്ഞാൽ ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുക. ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന ആ പോയിന്റ്, ആ താപനിലയാണ് നമ്മൾ അതിൻ്റെ ഖരണാങ്കം എന്ന് പറയാം. ഖരം ദ്രാവകമായിട്ട് മാറുകയാണെങ്കിൽ ദ്രവണാങ്കം. ഖരം ദ്രാവകമായിട്ട് മാറിയല്ലേ, അപ്പൊ ദ്രവമായി മാറുന്ന അംഗം ദ്രവണാങ്കം. നേരെ തിരിച്ച് ദ്രാവകം ഖരമായി മാറുക, ഖരണാങ്കം. ഫ്രീസിംഗ് പോയിന്റ്, ആ ഖരണാങ്കം അഥവാ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കെൽവിനിൽ എത്രയായിരിക്കും? 273 കെൽവിനാണ്. ദെൻ ഫാരൻ ഹീറ്റിൽ എത്രയാ? 32. അതാ ഞാൻ പറഞ്ഞ നേരത്തെ വൈഹാർട്ട് പഠിച്ചേക്കണ്ട ഇതൊക്കെ. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ. ദെൻ ഫാരൻ ഹീറ്റിലാണെങ്കിൽ എത്ര? 32 ഡിഗ്രി ഫാരൻ ഹീറ്റ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണക്ക് ചെയ്ത് പഠിക്കും. ഇത് ബൈഹാർട്ടങ്ങ് പഠിച്ചേ കേട്ടോ. ദെൻ ജലം തിളയ്ക്കുന്ന താപനില, അതിനെയാണ് നമ്മൾ തിളനില എന്ന് പറയുക, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും.
ജലം എന്നുള്ള ദ്രാവകം തിളച്ച് നീരാവിയായിട്ട് മാറും. അതായത് ദ്രാവകം വാതകമാവുന്ന ആ നിശ്ചിത താപനിലയാണ് നമ്മൾ അതിൻ്റെ തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ദെൻ കെൽവിനിൽ എത്രയാണത്? 373 കെൽവിനാ. ദെൻ ഫാരൻഹീറ്റിൽ എത്രയാ? 212 ഡിഗ്രി ഫാരൻഹീറ്റാ. ഇത് ബൈ ഹാർട്ട് പഠിച്ചേക്കേണ്ട സാധനമായതുകൊണ്ട് ടേബിളിൽ കൊടുത്തേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണക്ക് ചെയ്യാം. ഇനി ഇത് വന്നാലും നിങ്ങൾക്ക് ബൈ ഹാർട്ട് ഓർമ്മയില്ലേ, കണക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഒരു വ്യത്യാസം കണ്ടോ നിങ്ങൾ? കണ്ടോ, കേവല 0 -273 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിൽ എത്രയാ? 0. ദെൻ ജലം ഐസാകുന്ന 0 കെൽവിനിൽ എത്രയാ? 273. ഇവിടെ എത്രയാ കൂടിയടോ? 273 കൂടിയത്. ഇവിടെ നോക്ക്, ജലം തിളയ്ക്കുന്ന താപനില 100, അത് കെൽവിനിൽ എത്രയാ? 373. അപ്പോൾ എത്രയാ കൂടിയത്? 273 കൂടിയത്. ദെൻ ഇവിടെ നോക്ക്, -273, അത് 0 ആകുമ്പോൾ എത്രയാ കൂടിയത്? അവിടെയും 273 തന്നെയല്ലേ കൂട്ടിയത്. അതേ സംഖ്യ തന്നെ ആകുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആകുമ്പോഴല്ലേ 0 ആകുന്നത്. അപ്പം ഇവിടെ എല്ലാം കണ്ട ഒരു കാര്യം മനസ്സിലായി. സെൽഷ്യസ് കെൽവിനിലേക്ക് മാറാൻ എത്ര കൂട്ടിയാൽ മതി? 273 കൂട്ടിയാൽ മതി. എല്ലാം സെയിം അല്ലേ? പക്ഷെ അതുപോലെയാണോ ഇവിടെ? ഇവിടെ നോക്കിയാൽ നിങ്ങൾ 100 212 ആയി, അപ്പോൾ 112 കൂടിയത്. ഇവിടെ 0 സമാനം എത്രയാ? 32. അവിടെ 32 കൂടി. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതിന് വേറെ പ്രത്യേക ഇക്വേഷൻ തന്നെ പഠിച്ചു വെക്കേണ്ടി വരും. നമ്മൾ സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള ബന്ധത്തിന് പ്രത്യേക ഇക്വേഷൻ തന്നെ പഠിക്കണം. കെൽവിനിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ എത്ര കൂട്ടിയാൽ മതി? 273 അങ്ങ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ 273 ആഡ് ചെയ്താൽ മതി. അപ്പോൾ കെൽവിനെ സെൽഷ്യസിലേക്ക് മാറ്റാനോ 273 കുറയ്ക്കണം. ഏതെങ്കിലും ഒന്ന് ഓർമ്മിക്കുക, മറ്റത് വിപരീതമാണ് ചിന്തിക്കുക. സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ 273 കൂട്ടണം. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 273 373 കെൽവിൻ. അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, -40 ഡിഗ്രി സെൽഷ്യസ് എന്നത് കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? അപ്പൊ -40 പ്ലസ് 273 കൂട്ടണം. കൂട്ടുമ്പോൾ എന്ത് ചെയ്യുക? വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം 273 40 കുറച്ചാൽ 233. വലുതിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞ ആവശ്യമില്ലല്ലോ. അപ്പൊ 233 കെൽവിൻ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ എളുപ്പത്തിൽ ചെയ്യാലോ. സെൽഷ്യസിനെ കെൽവിൻ ആക്കാൻ എളുപ്പമല്ലേ? ഈ -40 പ്രത്യേകത ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം അങ്ങോട്ടേക്ക് വരും, നമ്മൾ പഠിക്കും. അപ്പോൾ സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ 273 കൂട്ടിയാൽ മതി. നേരെ തിരിച്ചേതെങ്കിലും ചോദിച്ചാൽ 273 കുറയ്ക്കണം. ഇതൊന്ന് ഓർമ്മിക്കുക, മറ്റത് തിരിച്ച് ചെയ്തോളാം. ഓക്കെ അല്ലേ? അടുത്തതാണ്, ഇനിയാണുള്ളത് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് പലരും തെറ്റിക്കുന്നതും ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്നതും. സെൽഷ്യസിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. ഡിഗ്രി സെൽഷ്യസിനെ അല്ലെങ്കിൽ ഡിഗ്രി സെൻറ്റിഗ്രേഡിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? അതിനെ 9/5 കൊണ്ട് ഗുണിച്ചിട്ട്, അതായത് സെൽഷ്യസിൽ തന്ന അളവിനെ 9/5 കൊണ്ട് ഗുണിച്ചിട്ട് 32 ആഡ് ചെയ്യണം. 9/5 കൊണ്ട് ഗുണിക്കുക എന്നാൽ 9 കൊണ്ട് ഗുണിച്ചിട്ട് 5 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ 5 കൊണ്ട് വെട്ടിച്ചുരുക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചുരുക്കിയിട്ട് 9 കൊണ്ട് ഗുണിക്കുക. സിമ്പിൾ മാത്സ് അല്ലേ, അറിയാലോ. എന്നിട്ട് എത്ര ആഡ് ചെയ്തേക്കുക? 32 ആഡ് ചെയ്താൽ എന്തിലേക്ക് മാറും? ഫാരൻഹീറ്റിലേക്ക് മാറും. 9/5 കൊണ്ട് ഗുണിച്ചിട്ട് 32 ആഡ് ചെയ്താൽ എന്തിലേക്ക് മാറി? ഫാരൻഹീറ്റിലേക്ക് മാറി. സിമ്പിൾ കണക്കല്ലേ, ചെയ്യാൻ പറ്റൂലേ? യെസ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ഇവിടെ നോക്കിയേ, 50 ഡിഗ്രി സെൽഷ്യസ് സമം എത്ര ഫാരൻഹീറ്റ് ആണ്? 50 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് സമം 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇത് ചെയ്തേക്കരുത്. 50 ഡിഗ്രി സെൽഷ്യസ് സമം, അപ്പോൾ ഇതിന്റെ പകുതി 106 അല്ലേ? ഓപ്ഷനിൽ ഉണ്ടാവും. ആണോ? ശരിയാണോ? അല്ല. എന്താണ്? തെറ്റാണ്. 100 ഡിഗ്രി സെൽഷ്യസ് ബൈ ഹാർട്ട് പഠിച്ചത് ഇനിയിപ്പോൾ അത് 50 ആണോ എന്ന് വിചാരിച്ചിട്ട് ഇത് ചിലപ്പോൾ എഴുതി പോകും. തെറ്റാണ്. ഏതാ ഉത്തരം? യെസ്. അപ്പോൾ അത് ചെയ്ത് നോക്കുക തന്നെ വേണം. ഇത് വെച്ചിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? 50നെ എത്ര കൊണ്ട് ഗുണിക്കണം? 9/5 കൊണ്ട് ഗുണിച്ചിട്ട് 32 ആഡ് ചെയ്യണം. 50നെ 9/5 കൊണ്ട് ഗുണിക്കുമ്പോൾ വെട്ടിച്ചുരുക്കാലോ. 50ൽ 5 എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം. സിമ്പിൾ മാത്സ് ആണ്. LGS എന്താണ് ഇവിടെ ഏറ്റവും ബേസിക് യോഗ്യത ഉള്ളവർ പോലും, ഇതിൽ ഈ ഒരു പരീക്ഷയുടെ ബേസിക് യോഗ്യത ഉള്ളവർ പോലും ഉണ്ടാവും. ഡിഗ്രിക്കാരും മത്സരിക്കാനുണ്ടാവും. അപ്പോൾ ഡിഗ്രിക്കാർ കേൾക്കുമ്പോൾ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് വിചാരിക്കേണ്ട. ഈ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വെട്ടിച്ചുരുക്കാലോ. അപ്പോൾ 10 10 × 9 90. 10 × 9 90 പ്ലസ് 32. 90 പ്ലസ് 32 എത്ര കിട്ടും? 122 ഡിഗ്രി ഫാരൻഹീറ്റ്. ഏതാണ് ഉത്തരം? 122 ആണ്. 9/5 കൊണ്ട് ഗുണിക്കുക പ്ലസ് 32. അപ്പം ഗുണിക്കുന്നതിന് പകരം ആദ്യം വെട്ടിച്ചുരുക്കുക അല്ലേ? നേരിട്ട് വെട്ടിച്ചുരുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആദ്യം വെട്ടിച്ചുരുക്കുക. 50ൽ 5 10. 10 × 9 90. 90 പ്ലസ് 32 122. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള കണക്കുകൾ ഏത് ചോദിച്ചാലും ചെയ്യാൻ പറ്റണേ. എത്ര വെച്ചിട്ട് ചോദിച്ചാലും സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റണം.
ഓക്കെ, ഇതാണ് കൂടുതൽ ചോദിക്കുക. നേരെ തിരിച്ചാണെങ്കിലോ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് മാറിപ്പോറുത്. സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനുള്ളത് ബൈ ഹാർട്ട് ആക്കിയാൽ മതി. 9/5 കൊണ്ട് ഗുണിച്ചിട്ട് 32 ആഡ് ചെയ്തല്ലേ. ഇനി തിരിച്ച് ചെയ്യേണ്ട ആരം ഇത് വെച്ചിട്ട് റിവേഴ്സ് ചിന്തിച്ചാൽ മതി. എന്താ റിവേഴ്സ്? തിരിച്ചു പോകണമെങ്കിൽ ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടി വരിക? അവസാനം ഒരു 32 കൂട്ടിയല്ലേ ചെയ്തത്, അത് കുറയ്ക്കേണ്ടി വരും ആദ്യം അല്ലേ. ഫാരൻഹീറ്റിൽ നിന്ന് ആദ്യം അതങ്ങ് കുറയ്ക്കണം, 32 കുറയ്ക്കണം. എന്നിട്ടോ 9/5 കൊണ്ട് ഗുണിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്, തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം. എന്ത് ചെയ്യണം? നേരെ വിപരീതം ചെയ്യണം. 9/5 കൊണ്ട് ഗുണിച്ചതിന് പകരം 5/9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്തിലേക്ക് മാറിക്കോളും? സെൽഷ്യസിലേക്ക് മാറിക്കോളും. മറ്റത് മാത്രം ബൈ ഹാർട്ട് ഓർമ്മിച്ചാൽ മതി. ഇത് ഈ രീതി ചിന്തിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഫാരൻഹീറ്റിൽ നിന്ന് ആദ്യം 32 കുറയ്ക്കുക, എന്നിട്ട് 5/9 കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ ഇത് രണ്ടിലും എവിടെയാണ് 9/5 എവിടെയാണ് 5/9 എന്നുള്ള പ്രശ്നം വരും. അതുകൊണ്ട് സെൽഷ്യസിൻ്റെ മാത്രം ബൈ ഹാർട്ട് ആക്കുക. ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32 ഫാരൻഹീറ്റിലേക്ക് മാറി. സെറ്റ്. ഇനി ഇവിടെ നേരത്തെ ഇരിക്കുക, ഫാരൻഹീറ്റ് മൈനസ് 32 ഇൻറ്റു 5/9 സെൽഷ്യസിലേക്ക് കിട്ടും. അപ്പോൾ 239 ഡിഗ്രി ഫാരൻഹീറ്റ് സമം എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം നമ്മൾ? 239 ആദ്യം എത്ര കുറയ്ക്കും? 32 കുറയ്ക്കും. അപ്പോൾ എത്ര കിട്ടും? 207 കിട്ടും. ഇൻറ്റു 5/9. 207 ഇൻറ്റു 5/9 വെട്ടിച്ചുരുക്കാൻ പറ്റുമോ നോക്കണം. താഴെ 9 ഉണ്ട്. 207 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. കാരണം 7ഉം 2ഉം 9 ആണ്. 9ന്റെ ഗുണിതാണ് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ 207 എത്ര പ്രാവശ്യം 9 ഉണ്ട് നോക്കും. 20ൽ 9 2 പ്രാവശ്യം, 2 9 18. ബാക്കി 2 2ഉം 7ഉം 27. 27 എത്ര 9 ഉണ്ട്? 3 9 27. അപ്പോൾ 23 കിട്ടി. 23 ഇൻറ്റു 5 115 ഡിഗ്രി സെൽഷ്യസ്. സിമ്പിൾ മാത്സ് ആണ്. ഏതൊരാൾക്കും ഇത് മാത്സ് ആണ്, ഇത് എന്നെ കൊണ്ട് പറ്റില്ല പറഞ്ഞ് വിട്ടേക്കും ചെയ്യരുതേ. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ മാത്സ് ആണ്. എന്തായാലും ചെയ്തിരിക്കേണ്ട ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ എത്രയാണ്? 115 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതേപോലെ ഏത് കണക്ക് വന്നാലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 113 ഡിഗ്രി ഫാരൻഹീറ്റ് സമം ഡാഷ് കെൽവിൻ. പെട്ടെന്ന് ആവേശത്തിൽ ചാടിക്കയറി എഴുതി പോരുത്. ഡാഷ് കെൽവിൻ എന്നാണ് പരീക്ഷയിൽ ചോദിച്ചത്. നമ്മൾ സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാനും ഫാരൻഹീറ്റിനെ സെൽഷ്യസ് ആക്കാനേ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ കെൽവിനിലേക്കാണ് മാറ്റേണ്ടത്. അതിന് നിങ്ങൾ വേറെ ഇക്വേഷൻ ഒന്നും പഠിക്കണ്ട. സെൽഷ്യസിലേക്ക് മാറ്റിയിട്ട് 273 അങ്ങ് ആഡ് ചെയ്താൽ പോരെ. സെൽഷ്യസിലേക്ക് മാറ്റിയിട്ട് 273 ആഡ് ചെയ്താൽ പോരെ കെൽവിനിലേക്ക് മാറ്റാൻ. അപ്പോൾ എന്താണ്? എളുപ്പമാണ്. ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റാൻ ഇപ്പം പഠിച്ചതേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്യണം? 32 കുറയ്ക്കണം അല്ലേ. ഇതാ ഫാരൻഹീറ്റ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 113. അതിൽ നിന്ന് എത്ര കുറയ്ക്കുക? 32 കുറയ്ക്കുക. എന്നിട്ടോ 5/9 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് പിന്നെ എത്ര ആഡ് ചെയ്യണം? യെസ്, കിട്ടുക എന്തിലാ? സെൽഷ്യസിലല്ലേ. കെൽവിനിലേക്ക് മാറ്റാൻ 273 കൂട്ടിച്ചേർത്താൽ മതി. ഇതാ ഫാരൻഹീറ്റിൽ നിന്ന് 32 കുറച്ചിട്ട് 5/9 കൊണ്ട് ഗുണിച്ചാൽ എത്രയായി? സെൽഷ്യസ് കിട്ടി. സെൽഷ്യസിന്റെ കൂടി 273 കൂട്ടിയാൽ കെൽവിനിലും കിട്ടി. അപ്പം ഇങ്ങനെ മാറ്റിയാൽ മതി. അല്ലാണ്ട് അതിന് വേറെ ഇക്വേഷൻ ഒന്നും പഠിക്കാൻ നിൽക്കേണ്ട. വേറെ വഴിയൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട. അതായത് 3 കൂടെ ചേർത്തോണ്ടുള്ള ഇക്വേഷനൊക്കെ എഴുതിയിട്ട് വെട്ടിച്ചുരുക്കിയിട്ടൊക്കെ ചെയ്യാം. അതൊക്കെ മാത്സ് അറിയുന്നവർക്കേ പറ്റുള്ളൂ. അല്ലാത്തവരാകുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ 113 മൈനസ് 32 എത്ര കിട്ടും? 81 ഇൻറ്റു 5/9 പ്ലസ് 273. 81 ഇൻറ്റു 5/9 വെട്ടിച്ചുരുക്കാലോ. 81 9 കൊണ്ട് വെട്ടിച്ചുരുക്കാലോ 9 പ്രാവശ്യം. അപ്പോൾ 9 ഇൻറ്റു 9 81 അല്ലേ. അപ്പോൾ 81 9 പ്രാവശ്യം ഇൻറ്റു 5 പ്ലസ് 273. 45 പ്ലസ് 273 318 കെൽവിൻ. ഓക്കെ, യെസ്. ആദ്യം 5/9 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ. ആദ്യം എന്ത് ചെയ്യുന്നു? 32 കുറയ്ക്കുന്നു, മൈനസ് 32 എഫ് എന്ന്. എന്നിട്ട് ചെയ്യുന്നു 5/9 കൊണ്ട് ഗുണിക്കുന്നു. എന്നിട്ട് സെൽഷ്യസിലാണ് ചോദിച്ചെങ്കിൽ ഓക്കെ കിട്ടിക്കഴിഞ്ഞു. കെൽവിനിലാണ് ചോദിച്ചെങ്കിൽ അതിൻ്റെ കൂടെ 273 കൂട്ടിയാലാണ് കെൽവിനിൽ കിട്ടുക. നമ്മൾ പഠിച്ചാണ്. സെൽഷ്യസിൻ്റെ കൂടെ 273 കൂട്ടിയാൽ കെൽവിനിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ ഈ രീതി ചോദിക്കുമ്പോൾ തെറ്റിദ്ധരിച്ച് പെട്ടെന്ന് ഉത്തരം എഴുതിയിട്ട് മാറിപ്പോവരുത്. അതുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ സ്ഥിരം ചോദിക്കുന്നതാണ് ഇവിടെ. പിന്നെ എന്താ? മനുഷ്യ ശരീരത്തിന്റെ താപനില എത്ര? സാധാരണ താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും നമ്മൾ. എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസിലെ 37 ഡിഗ്രി സെൽഷ്യസ്. ഇനി ചിലപ്പോൾ എന്തിലാ കൊടുക്കുക? ഫാരൻഹീറ്റ്. ഇത് 37 ഇൻറ്റു 9/5 പ്ലസ് 32 എന്നൊക്കെ ചെയ്ത് നോക്കിയിട്ട് എടുക്കാൻ നിൽക്കരുത്. ഇത് ബൈഹാർട്ട് ആക്കേണ്ട ചോദ്യമാണ്. എത്ര തവണ ചോദിച്ചിട്ടുള്ളതാ? മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര? 98.6. എത്ര പഠിക്കണം? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇനി അതില്ലെങ്കിൽ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ടാവും. എന്താണ് കാരണം? ഈ 37 പകരം 36.9 ഡിഗ്രി സെൽഷ്യസ് എടുക്കും. അതാണ് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ 37 എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യ ഏതാ ഉള്ളത് നോക്കുക. ഓക്കെ, 36.9 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള റൗണ്ട് ചെയ്തിട്ട് നമ്മൾ 37 ആക്കുന്നു. 37 തുല്യം 98.6. 36.9 ആണെങ്കിൽ 98.4 ആണ് വരിക. ഓക്കെ, അപ്പോൾ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്
കെൽവിനിൽ എത്രയായിരിക്കും അത്? സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കാൻ 273 കൂട്ടിയാൽ പോരെ? 273 7 250 30 310 കെൽവിൻ. അത് മൂന്നും ബൈഹാർട്ടാക്കി വെക്കുക. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനിലയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു സ്ഥിരം ചോദ്യമാണ് ഈ LGS ലെവൽ പരീക്ഷകളിലും. 100 ഡിഗ്രി പനി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? 100 ഡിഗ്രി പനി എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ഫസ്റ്റ് തന്നെ 100 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തിട്ടുണ്ടാവും. 100 ഡിഗ്രി സെൽഷ്യസ് എഴുതുമോ? എഴുതരുത്. കാരണം എന്താ? 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ജലം തിളയ്ക്കുന്ന താപനിലയാണ്. 100 ഡിഗ്രി സെൽഷ്യസ് 37 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സാധാരണ ശരീരോഷ്മാവ് 100ലേക്ക് എത്തുമോ? ഒരിക്കലും എത്തൂല. മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ അത് 100 ഡിഗ്രി സെൽഷ്യസ് അല്ല. ഇനി 100 ഡിഗ്രി പനി എന്ന് പറഞ്ഞാൽ 100 കെൽവിനും അല്ല. ഓക്കെ, ദെൻ 37.8 ഡിഗ്രി ഫാരൻഹീറ്റ് കൊടുത്തിട്ടുണ്ട്, 37.8 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഉത്തരം എന്നുള്ളതാണ് നോക്കേണ്ടത്. 100 ഡിഗ്രി പനി എന്ന് പറഞ്ഞാൽ 37.8 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ? അല്ല, 37.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 37 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് 37.8 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നതാണ്. എന്ന് വെച്ചാൽ 100 ഡിഗ്രി പനി എന്ന് പറഞ്ഞാൽ സെൽഷ്യസിലല്ല 100 ഉദ്ദേശിക്കുന്നത്, 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ പൊതുവെ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്ററിലാണല്ലേ പറയുക നമ്മൾ 100 ഡിഗ്രി പനി. അപ്പോൾ 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ഓപ്ഷനിൽ 100 ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഉത്തരം. അല്ലെങ്കിൽ സെൽഷ്യസ് കൊടുത്തിട്ടുണ്ടാവും 37.8 ഡിഗ്രി സെൽഷ്യസ്. ഏതിലാണ് കൊടുത്ത വ്യക്തമായിട്ട് നോക്കണം. ചാടിക്കേറി ഉത്തരം എഴുതരുത്. 100 ഡിഗ്രി പനി, 100 ഡിഗ്രി ഫാരൻഹീറ്റ് ഉറപ്പിക്കണേ. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ പ്രധാനമായിട്ടും ഫാരൻഹീറ്റിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് 100 ഡിഗ്രി പനി എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 100 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ സെൽഷ്യസിൽ വരിക? 37.77 ഡിഗ്രി സെൽഷ്യസാ. അതാണ് ഇവിടെ റൗണ്ട് ചെയ്തിട്ട് ഞാൻ 37.8 എന്ന് കൊടുത്തിരിക്കുന്നത്. 37.77 ഡിഗ്രി സെൽഷ്യസ് ആണ് 100 ഡിഗ്രി പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 37.8 എന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം. അത് കെൽവിനിലാണെങ്കിൽ എത്ര ഉണ്ടാവും? ഇതാ 310.92. കാരണം 37.77 അല്ലേ, അതിൻ്റെ കൂടെ 273 ആഡ് ചെയ്യണ്ടേ? അപ്പോൾ 310.92 റൗണ്ട് ചെയ്യുമ്പോൾ 310.92 എന്ന് പറയുമ്പോൾ 311 നോക്കുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നോക്കണം. അപ്പോൾ ഈ കൺവേർഷൻ അറിയാതെ ചാടിക്കയറി ഉത്തരം എഴുതി തെറ്റിക്കുന്ന സിമ്പിൾ ചോദ്യങ്ങളാണിത്. പലരും പല പരീക്ഷയിലും അനുഭവമുള്ളതാണ് പലർക്കും. അത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാകും പല പരീക്ഷകൾ. അതുകൊണ്ട് ഇനി ആ തെറ്റ് അവിടെ വരരുത്. ദെൻ ഇവിടെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഈ ഒരു ഏരിയ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും രണ്ടും തുല്യമാകുന്നത് ഏത് താപനിലയിലാണ്? -40ലാണ്. -40 ഡിഗ്രി സെൽഷ്യസും -40 ഡിഗ്രി ഫാരൻഹീറ്റും. ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഒരേ ഒരു സംഖ്യയിൽ മാത്രമാണ് തുല്യമാവുന്നത്. അത് എത്രയിലാണ്? -40 എത്തുമ്പോഴാണ്. എത്രയിലാണ്? -40. ഇനി ഫാരൻഹീറ്റ് സ്കെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്ന് ഓർമ്മിക്കണം. ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും തുല്യമാവുന്നത് എത്രയിലാണ്? 574. പോസിറ്റീവ് ആണ്. 574.25ലാണ്. 574.25. ഏതൊക്കെ സ്കെയിലാ? ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും തുല്യമാവുന്നത്. ഇത് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റും തുല്യമാവുന്നത്. സിയും എഫും തുല്യമാവുന്നത് -40. ഓക്കെ, FC40 എന്നിട്ടാണ് ഓർമ്മിച്ച. FC -40, FC -40 അല്ലെങ്കിൽ CF -40. ബൈഹാർട്ട് പഠിക്കുന്നവർ, അല്ലാത്തവർ ഇങ്ങനെ തന്നെ ഓർമ്മിച്ച് വെക്കുക. ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും തുല്യമാവുന്നത് എത്രയിലാണ്? 574.25. എഫും കെയും. ഓക്കെ, KF ഓർമ്മിച്ച. കിങ് ഫിഷർ അറിയാലോ. KF 574.25ലാണ്. KF ഇത്തിരി ഉയർന്ന് 574 പോസിറ്റീവാണ്. 574.25ലാണെന്ന് ഓർമ്മിച്ച് വെക്കുക KF. ദെൻ സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരിക്കലും തുല്യമാവില്ല. കാരണം -273 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ 0 കെൽവിനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും തുല്യമാവില്ലല്ലോ, ഇല്ല. അപ്പോൾ സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരിക്കലും തുല്യമായി വരില്ല. അപ്പോൾ ഈ 3 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തമ്മിൽ മാറിപ്പോവരുത്. സെൽഷ്യസും ഫാരൻഹീറ്റും തുല്യമാവുന്ന കോമൺ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുന്നതല്ലേ സെൽഷ്യസും ഫാരൻഹീറ്റും, അത് -40 ഓർമ്മിക്കാം. ഫാരൻഹീറ്റും കെൽവിനും തുല്യമാവുന്നത് 574.25. ദെൻ സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരിക്കലും തുല്യമായി വരില്ല. അത് നമുക്കറിയുന്നതാണ്. അപ്പോൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇതാണല്ലോ -273 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ 0 കെൽവിൻ. ഓക്കെ, ക്ലിയർ. നിങ്ങൾക്കൊരു ചോദ്യം തരാം. ജലത്തിൻ്റെ വ്യാപ്തം അഥവാ വോള്യം ഏറ്റവും കൂടുതലും ഡെൻസിറ്റി അഥവാ സാന്ദ്രത ഏറ്റവും കുറവും എത്രയിലാ? 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ഒന്നുമില്ല, ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വ്യാപ്തം കൂടുതൽ 0. നമുക്കറിയാലോ, ജലം ഐസായി മാറുന്നത് 0-ലല്ലേ? ജലത്തിൻ്റെ ഗരണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ ജലം ഐസായി മാറുന്ന താപനില. അപ്പോൾ അതിലാണ് ഏറ്റവും വ്യാപ്തം കൂടുതൽ. അറിയാം,
നിങ്ങൾ കുപ്പിയിൽ വെള്ളം എടുത്ത് വെക്കുന്ന സമയത്ത് കുപ്പിയുടെ അടപ്പ് വരെ വെള്ളം എടുത്ത് വെച്ചാൽ എന്താ, ചിലപ്പോൾ കുപ്പി പൊട്ടിപ്പോകും. അത്ര നിറച്ച് വെക്കരുതെന്ന് പറയും. ഇത്തിരി കുപ്പിയുടെ കഴുത്തിന്റെ ഇത്തിരി താഴോട്ടാണ് നമ്മൾ വെക്കുക. കാരണം എന്താ, അത് ഐസായി മാറുന്ന സമയത്ത് വ്യാപ്തം കൂടും. അപ്പൊ വ്യാപ്തം അഥവാ വോള്യം ഏറ്റവും കൂടുതൽ എത്രയിലാ? 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പം വ്യാപ്തം ഏറ്റവും കൂടുതലാവുമ്പോൾ എന്ത് ഏറ്റവും കുറവായിരിക്കും? സാന്ദ്രത ഏറ്റവും കുറവായിരിക്കും. സാന്ദ്രത ഡെൻസിറ്റി D സമം മാസ് ബൈ വോള്യമാണ്, മാസ് ബൈ വ്യാപ്തമാണ്. അപ്പൊ ഇത് കൂടുമ്പോൾ ഇത് കുറയും, ഇത് കുറയുമ്പോൾ ഇത് കൂടും. അങ്ങനെയാണേ. അപ്പോൾ വ്യാപ്തം ഏറ്റവും കൂടുതൽ 0, അത് ഓർമ്മിച്ചാൽ ബാക്കിയെല്ലാം കിട്ടും. വ്യാപ്തം ഏറ്റവും കൂടുതൽ 0, അപ്പൊ സാന്ദ്രത ഏറ്റവും കുറവ് 0. ഓക്കെ. ഇനി അതേപോലെ നേരെ വിപരീത ചോദ്യം. വ്യാപ്തം ഏറ്റവും കുറവും സാന്ദ്രത ഏറ്റവും കൂടുതലും ഏത് താപനിലയിലാണ്? വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇതിന് വിപരീതമായിട്ട് അത് എത്രയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനി വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമ്മൾ കമ്പനി ബോർഡ് LGS വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും മുന്നോട്ട് കിട്ടണമെങ്കിൽ ആ കാര്യവും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ പഠനം ആരംഭിക്കുക, മുന്നോട്ട് പോവുക. നമ്മുടെ ബാച്ചുകളൊക്കെ എൻട്രിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. കമ്പനി ബോർഡ് LGS വേണ്ടിയിട്ടുള്ള നിതാന്ത പരിശ്രമത്തിന് ഇറങ്ങിത്തിരിക്കുക എല്ലാവരും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.